സുപ്രഭാതം. ചാനൽ 91 ന്യൂസ് 8 മണി വാർത്തകളിലേക്ക് സ്വാഗതം. റിവ്യൂ ബോംബിംഗ് മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. സിനിമ റിവ്യൂ എന്ന പേരിൽ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന വ്ലോഗർമാർക്ക് ഇനി പണി കിട്ടും. സിനിമ റിലീസ് ചെയ്ത ആദ്യ 48 മണിക്കൂറിൽ ഫിലിം റിവ്യൂ എന്ന പേരിൽ സിനിമയെക്കുറിച്ചുള്ള അപഗ്രഥനങ്ങൾ വ്ലോഗർമാർ ഒഴിവാക്കണമെന്നുൾപ്പെടെ റിവ്യൂ തടയാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ നൽകിയത്. അപമാനിക്കുന്ന ഭാഷ, നടീനടന്മാർക്കും സിനിമയ്ക്കും പിന്നിലുള്ളവർക്കുമെതിരെയുള്ള വ്യക്തിപരമായ ആക്രമണം, അപകീർത്തികരമായ പരാമർശം തുടങ്ങിയവ തടയണം. സിനിമയെ വലിച്ചു കീറുന്നതിന് പകരം ക്രിയാത്മക വിമർശനമാകാം. റിവ്യൂവിന്റെ പേരിൽ കഥ മുഴുവൻ പറയരുതെന്നും വസ്തുത കൃത്യമായിരിക്കണം, പ്രേക്ഷകരെ വഴിതെറ്റിക്കരുത് എന്ന മാർഗനിർദ്ദേശങ്ങളാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. തുന്നിച്ചേർത്ത ഹൃദയത്തിൽ ഗിന്നസ് റെക്കോർഡ്. 6 മാസം മാത്രം ജീവിക്കുമെന്ന ഡോക്ടർമാർ വിധിയെഴുതിയ ബഡ് ജാൻസെ 40 വർഷം പിന്നിടുകയും ലോകത്തിലെ ഏറ്റവും കാലം ജീവിച്ച ഹൃദയം മാറ്റിവെച്ച ആൾക്കുള്ള ഗിന്നസ് റെക്കോർഡ് നേടുകയും ചെയ്തു. 17-ാം വയസ്സിൽ ഹൃദയത്തിന്റെ മസിലുകളെ കട്ടിയാക്കുന്ന കാർഡിയോമയോപ്പതി എന്ന അസുഖം സ്ഥിരീകരിക്കുകയും തുടർന്ന് ഹൃദയം മാറ്റിവെക്കുകയുമായിരുന്നു. സംസ്ഥാനത്ത് വീണ്ടും ലൈം രോഗം. 10 വർഷത്തിനു ശേഷം സംസ്ഥാനത്ത് വീണ്ടും ലൈം രോഗം കണ്ടെത്തി. ബെറേലിയ ബാർഡോഫ്രെ വിഭാഗത്തിലുള്ള ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന രോഗമാണ് ലൈം രോഗം. ചിലയിനം ചെറുവണ്ടുകളും ചെള്ളുകളുമാണ് രോഗവാഹകർ. പനി, തലവേദന, ക്ഷീണം, ചെള്ളുകളുടെ കടിയേറ്റ ഭാഗത്ത് ചുവന്ന തടിപ്പ് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ശരീരത്തിന്റെ പല അവയവങ്ങളുടെയും ഒരേ സമയം രോഗം ബാധിക്കും. ശരീരത്തിൽ ചെറിയ മുഴകൾ, നാഡീവ്യവസ്ഥയെ ബാധിച്ച് തലച്ചോറിൽ മെനിഞ്ചൈറ്റിസ്, ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. 60 കോടിയുടെ കോവിഡ് ആശുപത്രി പൊളിക്കുന്നു. 30 വർഷം ആയുസ് എന്ന് വാഗ്ദാനം ചെയ്ത് 60 കോടി രൂപ മുടക്കി പണിത കോവിഡ് ആശുപത്രി 3 വർഷത്തിനുള്ളിൽ ഉപയോഗശൂന്യം. കോവിഡ് കാലത്ത് കാസർഗോഡ് അതിവേഗം പണിതീർത്ത ആശുപത്രിയാണ് പൊളിച്ചു നീക്കുന്നത്. കാരണം സർക്കാരിന്റെ അനാസ്ഥ മാത്രം. ഇനി 23 കോടി രൂപ മുടക്കി പുതിയ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കാനാണ് ഇത് പൊളിക്കുന്നതെന്നാണ് സർക്കാരിന്റെ വാദം. സിനിമയും വെല്ലും ഈ ഗ്യാങ്സ്റ്റർ കല്യാണം. പോലീസ് അകമ്പടിയോടെ കൊടും ക്രിമിനൽ സന്ദീപും ലേഡി ഡോൺ അനുരാധ ചൗധരിയും വിവാഹിതരായി. ഇന്നലെ ദ്വാരകയിൽ വെച്ചായിരുന്നു വിവാഹം. ലോഡ് ഷെഡിംഗ് തടയാൻ ദിവസം ചെലവാക്കുന്നത് 20 കോടി. സംസ്ഥാനത്ത് അത്യുഷ്ണം തുടരുന്ന സാഹചര്യത്തിൽ വൈകുന്നേരത്തെ സമയത്തുള്ള വൈദ്യുതി ആവശ്യം റെക്കോർഡിൽ. ദിവസം 15 മുതൽ 20 കോടി രൂപ പവർ എക്സ്റ്റീരിയറിൽ നിന്ന് വൈദ്യുതി വാങ്ങിയാണ് ലോഡ് ഷെഡിംഗ് ഒഴിവാക്കുന്നത്. പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഉന്നത യോഗം വിളിച്ചു. ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇലക്ഷൻ അടുത്തുകൊണ്ട് തന്നെ ഈ വാർത്ത ഉടൻ വരുമെന്ന് അറിയാമായിരുന്നു. ഏതായാലും ആ സന്തോഷ വാർത്ത പറയാം. 1 മാസത്തെ പെൻഷൻ തുക അനുവദിച്ചു. 1 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ ഉത്തരവിറക്കി. വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 15 കോടി അനുവദിച്ചു. കാരുണ്യ ആരോഗ്യ പദ്ധതിക്ക് 150 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കഴിഞ്ഞ മാസം 100 കോടി നൽകിയിരുന്നു. പദ്ധതി വഴി ചികിത്സ നൽകിയതിന് സർക്കാർ സ്വകാര്യ ആശുപത്രിക്ക് നൽകാനുള്ളത് 1200 കോടി രൂപയാണ്. ന്യൂസ് ഡെസ്ക് ചാനൽ 91.